ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ അതേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ രാവിലെ പോയി ഷീറ്റൊക്കെ അടിച്ചുകൊണ്ട് വന്നു, എല്ലാം വിരിച്ചിട്ടു. എത്രയുണ്ട്? 6 ഷീറ്റ് വളരെ കുറഞ്ഞു വരികയാണ്. പിന്നെ രാവിലെ പുട്ടും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അടിച്ചു വാരാനുള്ള ജോലി തിരക്കുകളിലേക്ക് പോയി. അപ്പോൾ സെറ്റിയുടെ കവറൊക്കെ ഒന്ന് അലക്കാമെന്നൊക്കെ ഓർത്ത് എല്ലാം ഒന്ന് കുട്ടിക്കൊടഞ്ഞ് പെറുക്കിയെടുത്തു. പെറുക്കിയപ്പോൾ സാധനം ചാടിപ്പോയി. പിന്നെ അതൊന്നെടുത്ത് പൊക്കിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ അടിച്ചു വരാൻ തുടങ്ങുമ്പോൾ അവിടെ സൈഡിൽ ഐറമോളുണ്ട്. ഞാൻ അടിക്കുന്നിടത്തേക്ക് ഐറമോൾ വരും. പിന്നെ ഐറമോൾ എടുത്ത് അപ്പുറം കൊണ്ടുവരണം. കണ്ടോ, ഇതിങ്ങനെ കറങ്ങി നടക്കുക. അടിച്ചു വരുന്നിടത്തോടെ ഇങ്ങനെ ആ പൊടി ഇങ്ങനെ കാലയെ പിടിച്ച് നടക്കുന്ന ഐറമോളുടെ പരിപാടി. പിന്നെ അപ്പുറത്തെ ബെഡൊക്കെ വിരിക്കണമായിരുന്നു. വാലമാരുന്നൊരു പുതിയ ബെഡ്ഷീറ്റൊക്കെ എടുത്തു. എല്ലാം നീക്കി വെച്ച് പുതപ്പും തലവണയൊക്കെ മാറ്റി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ബെഡൊക്കെ കൊട്ടിക്കൊടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതൊക്കെ സെറ്റാക്കി. പിന്നെ നമുക്കിന്ന് പറമ്പിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഒരു പൂ വിരിഞ്ഞിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൊക്കോക്ക റോഡ് സൈഡിലൊരു കൊക്കോയിൽ 5-6 കൊക്കോക്ക പഴുത്തിപ്പുണ്ട്. അപ്പോൾ അത് കൊക്കോ വറക്കാൻ വേണ്ടി ഞാൻ ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങി. കൊക്കോക്ക പറക്കി തൊട്ടിക്ക് വലിച്ചടിക്കുമ്പോൾ കൊക്കോയൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. ചിലതൊന്നും വരത്തില്ല. നമ്മൾ കുറേ പിടിച്ച് വലിച്ചാലേ അവനൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഒറ്റക്കൈക്ക് 2-3 വലിയൊക്കെ വലിച്ചതിന് ശേഷമാണ് കൊക്കോക്ക താഴെ ചാടിയത്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ കൊക്കോക്ക താഴെ വീണില്ല. അത് കുറേ നേരം പരിശ്രമിച്ച് പിന്നെ താഴെ വീണത്. അങ്ങനെ അത് താഴെ വീണു. താഴേക്ക് ഉരുണ്ട് പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ വീണ്ടും ഇപ്പുറത്ത് കൊക്കോക്ക ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊക്കോക്കകളൊക്കെ എല്ലാം തന്നെ മാറി പറിച്ചെടുത്തു. അപ്പം നമുക്കിനി താഴെ വീണ കൊക്കോക്ക പെറുക്കാൻ പോകും. അപ്പം ഞാൻ ബക്കറ്റൊക്കെ ആയിട്ട് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കൊക്കോക്ക കണ്ടോ, അണ്ണാൻ തിന്നും. എല്ലാം അണ്ണാൻ തിന്നുവാണ്. നമ്മളൊന്നും കാണില്ല. അണ്ണാൻ ഇതെല്ലാം അറിഞ്ഞ് പഴുത്ത് പെറുക്കി തിന്നും. അപ്പോഴത്തെ അതിൻ്റെ 2-3 കുരു പെറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരികിലേക്കിടയ്ക്ക് തപ്പിക്കൊണ്ടിരിക്കുക. 2 കുരു എങ്ങാണ്ട് അവിടെ നിന്ന് കിട്ടിയുള്ളൂ. ആ കുരുവൊക്കെ എണ്ണാൻ പോയി കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഒന്നും കണ്ടില്ല. അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തെ കരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിത്തഴിഞ്ഞപ്പോൾ 2 കുരു കിട്ടി. നമ്മുടെ ബാക്കിൽ 2 കൊക്കോക്ക താഴെയാണ്. അപ്പം നമുക്കത് താഴെ പോയി എടുത്തിട്ട് വരാം. താഴെ കിടക്കയിലോട്ട് പോയി ഇവനാണ് ഒരെണ്ണം കുറച്ചുകൂടെ മുകളിലാണ് കിടക്കണേ. അത് നമുക്ക് മുകളിൽ പോയി എടുക്കാം. വേറെ ഒരെണ്ണത്തിട്ടിട്ട് ഇത് അണ്ണാൻ തിന്നായിരുന്നു. കണ്ണ് തെറ്റി അണ്ണാനെല്ലാം അപ്പം തന്നെ തിന്നും. അപ്പം ഇത് നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ ഒരെണ്ണം ഇത് അങ്ങനെ നമുക്ക് മാറ്റാം. 5 കൊക്കൊക്ക 6 പറിച്ചതിൽ 7 പറിച്ചതിൽ ഒരെണ്ണം അണ്ണാൻ തിന്നു. അയ്യോ പോലെ നമുക്കിൻ്റെ നമുക്കിത് പൊട്ടിച്ചിട്ട് തൊണ്ട് വെറുതെ നമ്മളെന്തിനാ വീട്ടിൽ കൊണ്ടുപോകണേ. ചുമക്കുണ്ടല്ലോ. അപ്പതേ തിരിച്ച് വീട്ടിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊക്കോക്കയൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് കൂട്ടി. തന്നെ 6 കൊക്കയുണ്ട്. 6 കൊക്കോക്ക ഇനി അതെല്ലാം പൊട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ബക്കറ്റൊക്കെ അവിടെ വെച്ച് ഓരോ കൊക്കൊക്കെ ആയിട്ട് പൊട്ടിച്ചെടുക്കുക. കൊക്കൊക്കെ കുറവാണ്. കൊക്കൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. അതിലേക്ക് ഓരോ കൊക്കോയെ കൂടെ പൂവൊക്കെ കുത്തി വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം അണ്ണാൻ തിന്നും. അണ്ണാൻ വേറെ ഇനിയിപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ആവുമല്ലോ. അപ്പോഴത്തേക്ക് അണ്ണാൻ തിന്നെ ഫുഡൊക്കെ ആകുമ്പോഴത്തേക്ക് അണ്ണാൻ കൊക്കോ നമ്മൾ പയ്യെ നമുക്കിത് കൊക്കോക്കെ തരുമായിരിക്കും. എന്തായാലും മിക്ക കൊക്കോടെ തന്നെ അണ്ണാൻ കഴിച്ചിട്ട് ബാക്കി കുരു പെറുക്കിയെടുക്കാനും നമുക്ക് കിട്ടാറുള്ളൂ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം അണ്ണാൻ തിന്നും. പിന്നെ കൊക്കോ കുറവാണ്. ചിലതിലൊന്നും കായ്ക്കണില്ല, ചിലതിലേക്ക് കായ്ക്കണുള്ളൂ. എന്തായാലും കിട്ടണതൊക്കെ നമ്മളിങ്ങനെ പറിച്ച് ഒരെണ്ണം കിട്ടിയാൽ ആ ഒരെണ്ണം പറിച്ചുകൊണ്ട് വന്ന് പൊട്ടിച്ച് വെച്ചാൽ അത് ഉണക്കി നമ്മളിങ്ങനെ കുരു സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു 1-1.5-2 കിലോ ഒക്കെ ആകുമ്പോൾ നമ്മൾ പയ്യെ കൊണ്ട് കൊടുക്കും. അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ അത്രയും പൊട്ടിച്ചിട്ട് നമുക്ക് ഇത്രയും കൊക്കോക്കെയാണ് കിട്ടിയത്. തൊണ്ട്. അപ്പോൾ തൊണ്ടിയിൽ നമ്മളോട് ഉപേക്ഷിച്ചിട്ട് നമ്മൾ കിട്ടിയ കൊക്കോക്കെ കൊണ്ട് നമ്മൾ പയ്യെ വീട്ടിലോട്ട് കയറി പോവാം. അപ്പോൾ നമ്മൾ റോഡിൻ്റെ അവിടെ ഈ കൊക്കോക്ക കൊണ്ട് വെച്ചിട്ട് വേണം നമുക്കിനി പാലെടുക്കാൻ പോകാം. കേട്ടോ, പാലൊക്കെ വേണ്ടിയിരിക്കും. നമുക്ക് പാലെടുക്കാൻ പോകാം. അപ്പം ഈ കൊക്കോക്ക അപ്പോൾ റോട്ടിൽ ഒരെണ്ണം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
ആദ്യം അണ്ണാൻ തിന്നു പറഞ്ഞിട്ട് അതിൻ്റെ ചൊട്ടിന്ന് പറഞ്ഞ അവിടെ കിട്ടിയായിരുന്നു. അപ്പോൾ അതവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പം നമുക്കിനി ആ കൊക്കൊക്കെയും കൂടെ പൊട്ടിച്ചിട്ട് തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ പോയി ഇതവിടെ കൊണ്ടുവച്ചിട്ട് നമുക്കിനി മുകളിലത്തെ പറമ്പിലും കൂടെ പോയി നോക്കാം. എന്തായാലും അതിൻ്റെ ഒരെണ്ണം കൂടെ കിട്ടി. പിന്നെ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കും കൊക്കൊക്കെ പഴുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ കൊക്കൊക്കെ കാണുമല്ലോ. അപ്പോൾ അപ്പം തന്നെ പോയി പറിച്ചു. അണ്ണാൻ അങ്ങനെ തിന്നണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ തന്നെ നമ്മൾ പോയി പറിച്ചെടുക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ മറന്നു. എന്തായാലും നമ്മൾ കിട്ടിയതും കൊണ്ട് ഇതേ വീട്ടിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കും. അമ്മച്ചായ റോട്ടി വീട്ടിലുണ്ട് കേട്ടോ. അയൽമോൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഒച്ച എനക്കൊന്നും കേട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ തോട്ടിയൊക്കെ എടുത്ത് പയ്യെ മെല്ലെ നടന്ന് വീട്ടിലോട്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഈ കിട്ടിയ കൊക്കൊക്കെ അങ്ങനെ നമ്മൾ വീണ്ടും മുകളിൽ ആദ്യം കിട്ടിയ കൊക്കൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ മുകളിലത്തെ പറമ്പിലോട്ട് കയറിപ്പോവാം. ഒരു കൊക്ക ഈ കൊക്കയിലേക്കാ ഞാൻ വരുമ്പോഴത്തേക്കും എണ്ണോ അണ്ണാൻ തിന്നും. നമ്മൾ അണ്ണാൻ തിന്നതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇതെവിടെ ഒരു കൊക്കൊക്കെ കിടപ്പുണ്ട്. അണ്ണാൻ തിന്നിട്ടില്ലെന്ന് തോന്നുന്നു. മൊത്തം വന്നിട്ടുണ്ട്. അണ്ണാൻ നിന്നിട്ട് ബാക്കി കുരുക്കൽ പറ്റും. അങ്ങനെ കൊക്കൊക്കെ പറിച്ചിട്ട് മുകളിൽ നിന്നപ്പോഴത്തേ കുറേ വെള്ളപ്പൂക്കൾ പൊഴിഞ്ഞെടുക്കുന്നു. എന്നിട്ട് സ്ഥലമാണ് ഞാൻ പറഞ്ഞു പെറുക്കി ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് മണത്തേക്ക് മണമൊന്നുമില്ല, ചെറിയ എന്തൊരു മണം ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും അവിടെ ഫുള്ളിങ്ങനെ വീണെടുക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി മുകളിലോട്ട് കയറിപ്പോയി. കൊക്കോയുടെ അടിയിൽ നല്ല തണലായിരുന്നു, നല്ല സുഖമായിരുന്നു നടക്കാൻ. ചൂടൊന്നുമില്ല, അല്ലാതെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം അതിനടിയിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഓരോ കൊക്കൊക്കെ ഉണ്ടോയെന്ന് അപ്പുറത്തും ഇപ്പുറത്തോടെ കൊക്കോയെ കൂടെയൊക്കെ നോക്കി കുനിഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ചൂടൊന്നുമില്ലല്ലോ, ഒന്നിനെ കാറ്റൊക്കെ കൊണ്ട് നടക്കാം. അങ്ങനെ ഓരോ കൊക്കോയുടെ അടിയിൽ കൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ദേ കാണുന്ന ഒരു മാവാണ്. ആ മാവയിൽ മാവ് പൂത്തിട്ടുകൊണ്ട് കുഞ്ഞു കണ്ണിമാങ്ങ ഉണ്ടായി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ റബ്ബർ തോട്ടം. കഴിച്ച പാലെടുക്കാൻ വേണ്ടിയുള്ള റബ്ബർ അത്ര കാര്യമായിട്ട് വ്യൂ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഇത്. അപ്പം ഇനി ഇതിനകത്തോടെയാണ് ഈ കൊക്കോയുടെ ഇടയ്ക്കൂടെ റബ്ബറുണ്ട്. നമ്മളിങ്ങനെ പാലൊക്കെ എടുക്കാൻ പറ്റുന്നത്. പിന്നെ പാലെടുക്കാൻ വരണം, കൊക്കോ കൊണ്ട് വെച്ചിട്ടുള്ള പാലെടുക്കാൻ വരും. അത് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ കൊക്കോയൊക്കെ പറിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ബോളി നീട്ടിയതും കൂടെ ആദ്യം കിട്ടിയതിന് കൊടുത്തുകൊണ്ട് മൊത്തം ഇത്രയും കൊക്കൊക്കെ ഉള്ളൂ. 2 കിലോ ഉണ്ടെന്ന് തോന്നുന്നു പച്ചക്കൊക്കൊക്കെ. അങ്ങനെ എന്തായാലും കിട്ടിയ കൊക്കൊക്കെ എല്ലാം കൂടെ ഞാൻ ആ ബക്കറ്റിൽ കൊണ്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1-2 ദിവസം കഴിയുമ്പോൾ വെയിലത്തൊക്കെ ഇട്ട് ഉണങ്ങിയെടുക്കാം. അങ്ങനെ എന്തായാലും ഞാൻ കൊക്കൊക്കെ കൊണ്ട് അതിൻ്റെ വെള്ളമൊന്നും ചാടാതെ ഞാനത് ഇവിടെ ഈ മൂല കൊണ്ട് സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് പാലെടുക്കാൻ പോകാനുള്ള. അപ്പോൾ ഞാൻ പോയി ബക്കറ്റൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ മാറി ബക്കറ്റൊക്കെ എടുത്തോണ്ട് വന്ന് പാലൊക്കെ എടുത്തു ഉറയൊക്കെ വെച്ചു. പാല് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലെടുപ്പൊക്കെ കഴിഞ്ഞു. കയ്യിൽ റബ്ബർ പാലൊക്കെ ഉള്ളത് പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. മൂക്കിൽ ഹൈലൈറ്റ് ആയിട്ട് കുരു. അപ്പോൾ അയറമോൾ ഇരിക്കണം. അയറമോൾ ഇങ്ങനെ നടപ്പാണ്, ഒരിടത്തിരിക്കൂല, ഇങ്ങനെ പറന്ന് നടക്കുക. അപ്പോൾ നടത്തുന്നതിന് സ്പീഡും കൂടി ഓട്ടയടക്കും. പോണ വഴിക്കെല്ലാം വീഴുന്നുമുണ്ട്. നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ വരും. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പയ്യെ വരുന്നുണ്ടേ, കണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണു. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു പായസം ഉണ്ടാക്കുക. എന്നിട്ട് തട്ടിക്കൂട്ട് ചെറുപയർ പായസം. അപ്പോൾ ശർക്കരയും തിരുമ്മി വെച്ചു, പാലും തിരുമ്മി വെച്ചു. അപ്പോൾ നമ്മുടെ പായസം ഇളക്കി പായസം ഇട്ടാക്കി. വെറുതെ കുറേ ദിവസമായി ഇച്ചിരി പായസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം. എന്നാൽ പിന്നെ എന്തായാലും വെറുതെ ഇരിക്കില്ലെന്ന് ഓർത്തതേ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ചു നോക്കി. കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം, തേങ്ങാക്കുത്ത് വെച്ച്. അങ്ങനെ നമ്മൾ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 3-3:30 ആയി. ഇനി നമ്മൾ താഴെ പോവാം. താഴെ പറമ്പിൽ കുറച്ച് കാപ്പിക്കുരു നിൽപ്പുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കാപ്പിക്കുരു സീസൺ എല്ലാം കഴിഞ്ഞു. കാപ്പിക്കുരു എല്ലാം പറിക്കുകയും ചെയ്തു, അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പൈസയൊക്കെ തീരുകയും ചെയ്തു. അപ്പോൾ താഴെ ഒരു കാപ്പിയിൽ കുറച്ച് കുരു, അത് പച്ചക്കുരു. നമ്മൾ മറ്റേ കുരുവൊക്കെ പറിച്ചപ്പം ഇത് പൊട്ടും മൂത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളത് പറിക്കാതെ നിർത്തിയേക്കുമായിരുന്നു. അതിപ്പോൾ ഏകദേശം പഴുത്ത് തുടങ്ങി.
പറിക്കാറായിട്ടുണ്ട്. എന്നാൽ പിന്നെ അതും കൂടെ പറിച്ച് പൈലിയിലൊക്കെ നമ്മൾ കാണാതെ കിടന്ന് 1-2 കുരുവൊക്കെ പറിച്ച് ഇച്ചിരി കുരുണ്ട്. അപ്പോൾ ഇതും കൂടെ പറിച്ച് ഇട്ട് നമുക്ക് ഉണങ്ങി വിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അയറമോൾ ഉറങ്ങി. രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് സെക്ഷൻ അയറമോൾ ഉറങ്ങിയപ്പം അയറമോളെ ഞാൻ അമ്മച്ചിക്ക് കൊടുത്തിട്ട് ഞാൻ പയ്യെ എന്നാൽ അമ്മ ഞാൻ കാപ്പിക്കുരു പറിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അതേ പോണ വഴിക്ക് വഴി ബ്ലോക്കാണ് മടൽ വീട്. അപ്പം നമുക്കിപ്പോൾ മടലൊക്കെ ഞാൻ പയ്യെ എടുത്തങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഈ ചൂട്ട് നമുക്ക് ചീകിയെടുത്ത് നമുക്ക് ചൂലുണ്ടാക്കാം. ചൂലും തീരാറായി. ഇനിയിപ്പോൾ ചൂലൊക്കെ ഉണ്ടാക്കി വെച്ചാലാണല്ലോ മഴക്കാലത്ത് മുറ്റടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഓലയൊക്കെ ഇനി വന്ന് വെട്ടിക്കൊണ്ട് പോകാനുള്ളതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പോകാനുള്ള വഴിക്ക് വേണ്ടിയിട്ട് ഓലക്കുട്ടനെ അങ്ങോട്ട് നീക്കി വെക്കുക. അങ്ങനെ ദേ ഓലക്കുട്ടനെ പെറുക്കി നീക്കി വെച്ച് ഞാൻ വഴിയുണ്ടാക്കി. ഈ വീഡിയോ കാണുമ്പോൾ ഏതാ വഴി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ അതിൽ നടപ്പാതെ ഉണ്ട് നമ്മൾ നടക്കുന്നതന്നെ. അങ്ങനെ എന്തായാലും ഓലയൊക്കെ നീക്കി വെച്ചിട്ട് ഞാൻ നടപ്പാതയിലൂടെ പയ്യെ പറമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പം അങ്ങനെ പോയി നമുക്ക് കാപ്പിക്കുരു പറിക്കണമല്ലോ. പയ്യെ ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് കാട് പോലെ തോന്നും. പക്ഷേ ഇങ്ങേ സൈഡിൽ ഏലവും ജാതിയും കൊക്കോ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കറക്റ്റ് ഒരു പൊസിഷനിലല്ല നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ വേണം നമുക്ക് താഴത്തോട്ട് പോവാൻ. അപ്പോൾ താഴെ പോയി കാപ്പിക്കുരു പറിക്കാൻ. കേട്ടോ, നമ്മുടെ ഏലമൊക്കെ നിൽക്കുന്നത്. മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു. വെയിലിങ്ങനെ നമ്മൾ ഏലമൊക്കെ നനച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ മഴയൊക്കെ കിട്ടി. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. വീഡിയോ എടുത്തപ്പോൾ മഴയില്ലായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് സെറ്റായി. 2-3 ദിവസം അടുപ്പിച്ച് നല്ലപോലെ മഴ പെയ്തു നമുക്ക്. അങ്ങനെ നമ്മൾ കാപ്പിച്ചോട്ടിലെത്തി. ഇതാണ് നമ്മുടെ കാപ്പിക്കുരു. കണ്ടോ, ഈ വർഷത്തെ ലാസ്റ്റ് കാപ്പിക്കുരു. ഇനി ഒരു കാപ്പിക്കുരു പറയില്ല ഈ വർഷം. ഇനി അടുത്ത വർഷം ഇനി പൂവൊക്കെ ഉണ്ടായി പൂത്ത് മൊട്ടില്ല കാപ്പി പൂത്ത് കാപ്പിക്കുരു ഉണ്ടായി പഴുത്ത് വന്നാലേ ഇനി നമുക്ക് കാപ്പിക്കുരു പറിക്കാനുള്ളൂ. നമുക്ക് ഈ വർഷത്തെ ലാസ്റ്റ് കാപ്പിക്കുരു. ഇനി നമുക്ക് കാപ്പിക്കുരു ഇല്ല പറിക്കാൻ. അപ്പോൾ എന്തായാലും അവസാനത്തെ കാപ്പിക്കുരു വളരെ സന്തോഷത്തോടു കൂടി പറിക്കുകയാണ്. ഇതും കൂടെ ഉണങ്ങുമ്പോഴത്തേക്ക് ഒരു 1-1.5 കിലോ കിട്ടുമായിരിക്കും. ഉള്ളതാവട്ടെ എന്നുള്ള രീതിയിൽ എന്തായാലും ആ കാപ്പിക്കുരു പറിച്ചെടുക്കുക. പയ്യെ ഞാൻ പറിച്ച് ബക്കറ്റിടും. ഞാനൊരു കമ്പക്കായിട്ടാണ് പോയത് കാപ്പി വളച്ച് പറിക്കണം. പക്ഷെ കമ്പിനൊന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു. കയ്യെത്തുന്നിടത്തായിരുന്നു കാപ്പി നിന്നത്. എന്തായാലും ഞാനതെല്ലാം പയ്യെ പറിച്ച് ബക്കറ്റിലാക്കി. പക്ഷെ ഞാൻ ചെന്നിട്ട് മഴ തൂളി കേട്ടോ. മഴ അങ്ങ് മൂടി ചെറിയ ചാറ്റൽ മഴ ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പറിച്ചെടുത്തു എന്തായാലും. പക്ഷേ അന്ന് മഴ പെയ്തുമില്ല. അന്ന് ചാറ്റലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടാണ് നമുക്ക് മഴ കിട്ടി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഞാൻ കാപ്പി പയ്യെ ചായച്ച് കുരുക്കൾ പറിച്ച് ബക്കറ്റിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറി കഴിഞ്ഞു. ഇത്രയും കുരുവാണ് ആകെപ്പാടെ കിട്ടിയത്. എല്ലാ കളറും ഉണ്ട്, പച്ച കളറും ഉണ്ട്, നല്ലപോലെ പഴുത്ത കുരുവുണ്ട്, എല്ലാ ഇനത്തിൽപ്പെട്ടതും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അതും പറിച്ചപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് കൊക്കോ നോക്കിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊക്കോ ചോട്ടിലും കൂടെ പോയേക്കാന്ന് ഓർത്ത് പോയപ്പോൾ എനിക്ക് ഒരു കൊക്കോക്ക കിട്ടി. അങ്ങനെ ഇതാണ് നമുക്ക് ടോട്ടൽ കൊക്കോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. അപ്പം നമ്മുടെ പറമ്പിൽ പോയ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.